അച്ഛൻ വരും അമ്മ. അച്ഛന്റെ തെറ്റിദ്ധാരണകള് മാറും. അല്ലെങ്കിൽ ഞാനും രാജുവും കൂടി അത് മാറ്റും. എന്റെ അമ്മയും എന്റെ അച്ഛനും കൂടി ഒരുമിച്ച് ജീവിക്കും. അതൊന്നും നടക്കില്ല മോളെ. ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു. രാജു, ഒരു മിനിറ്റ്. ഹലോ രാജു. ഞാൻ അമ്മമ്മയോടൊപ്പം അമ്മയെ കാണാൻ വന്നിരിക്കുക, തിരുവല്ലത്ത്. അല്ല, ഒരു പ്രത്യേക കാര്യം പറയാനാ വിളിച്ചത്. എന്താ രാജു? വർമ്മ സാറിന് അന്നുണ്ടായ ആ ലോറി ആക്സിഡന്റിന് പിന്നില് ഒരു അനന്തം പിള്ളയാണെന്ന് ഞാനെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അയാളിപ്പോ വർമ്മ സാറിന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്കൊരു രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയതാ. അയാള് വർമ്മ സാറിനോട് കോർക്കാനാ വരുന്നത്. പ്രതിക, വർമ്മ സാറിന്റെ ഓഫീസിലേക്ക് ഒന്ന് വരുമോ? വരാ രാജു. അതെ, വേഗം വരണം. വേഗം വന്നേക്കാം. അമ്മമ്മേ, രാജു എന്നെ വിളിച്ചത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. എവിടേക്കാ മോളെ? അത് ഞാൻ പിന്നെ പറയാം. ഞാനൊരു ഓട്ടോറിക്ഷയ്ക്ക് പൊയ്ക്കോളാം. അമ്മമ്മ കാർ എടുത്തോ? അത് വേണ്ട, നീ ഓട്ടോയിലൊന്നും പോണ്ട. നീ നമ്മളെ കാർ എടുത്തോ. പഴയ പാർട്ടി സെക്രട്ടറി അനന്തം പിള്ള തിരികെ വന്നതോടെ ആകെ കലുഷിതമായിരിക്കുക അന്തരീക്ഷം. പിന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാ നമ്മുടെ പാർട്ടി മുന്നോട്ടു പോകുന്നത്. പാർട്ടി അവരുടെ പിടിയിലാണ്. വർമ്മ കരുതലോടെ നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. എന്തായാലും ഇവനെയും ഇവൻ വിലക്കെടുത്ത് വാങ്ങിയിരിക്കുന്നവരുടെയും കൽപ്പനകൾക്ക് കാത്തു നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന് അതിന്റേതായ ചില ലക്ഷ്യങ്ങളില്ലേ, ആദർശങ്ങളില്ലേ? അനന്തം പിള്ളയ്ക്കും കൂട്ടർക്കും അഴിമതി നടത്തി കാശുണ്ടാക്കാനുള്ളതല്ല ഈ പ്രസ്ഥാനം. എല്ലാ കാലത്തും ഇതുപോലുള്ള പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടിട്ടില്ലേ പ്രതാപവർമ്മേ? നിങ്ങളൊന്ന് ഉറച്ചു നിന്നാ മതി, ഏത് കൊടുങ്കാറ്റും മാറിപ്പോക്കോളും. ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നത്. ഗോപിയൊട്ട് എന്നോടൊപ്പം ഉണ്ടായാ മതി. ഞാൻ എന്നും എക്കാലത്തും നിങ്ങളോടൊപ്പം അല്ലേ? അതിനെന്താ സംശയം? സർ, ആനന്ദം പിള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്കൊരു റിപ്പോർട്ട് കിട്ടി. വരട്ടെ, അതിനെന്താ? അതല്ല സർ, അയാളായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട. അയാൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കി അത് മീഡിയക്കാരെ കാണിക്കാനാ വരുന്നത്. അയാള് ഇറിറ്റേറ്റ് ചെയ്തൊക്കെ സംസാരിക്കും. സാറ് കഴിവതും പ്രകോപിതനാവരുത്. അയാളുടെ ലക്ഷ്യം വേറെയാണ് സാർ. എന്ത് ലക്ഷ്യം? സാർ എങ്ങനെയെങ്കിലും ചൂടാവണം, നിയന്ത്രണം വിട്ട് അയാളെ തല്ലാൻ ഒരുങ്ങണം. അത് മീഡിയയിൽ വരണം. അയാള് മീഡിയസിനെ അറിയിച്ചിട്ടാ വരുന്നത്. എങ്കി വർമ്മ നിയന്ത്രണം പാലിക്കണം, കഴിവതും മിണ്ടാതിരിക്കുക. നമസ്കാരം പ്രതാപവർമ്മേ. നമസ്കാരം അനന്തംപിള്ളേ, വരൂ. ഓ, ഗോപേട്ടനോട് ഉണ്ടായിരുന്നോ? സന്തോഷമായി ഗോപേട്ട. നമ്മളൊക്കെ എത്രയോ കാലം മുമ്പ് കണ്ടവരല്ലേ അനന്തപിള്ളേ? എന്തെല്ലാം നല്ല ഓർമ്മകളല്ലേ ഗോപേട്ട. ഒരു ചായ. അനന്തപിള്ളയ്ക്ക് മധുരമാണല്ലോ. മധുരം ഒന്നും വേണ്ട. ഈ ഷുഗറിന്റെ കാര്യത്തിലേ ഞാൻ വലിയ ധനികനാണ്. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു അനന്തപിള്ള?
നന്നായി പോകുന്നു പ്രതാപ്. അതൊക്കെ എന്റെ മക്കളാ നോക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ പോലെ 3 ആൺമക്കളല്ലേ. ഞാൻ ആ വഴി ഒന്ന് തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല. മോനും ഉണ്ടല്ലോ. മരുമകനങ്ങ് വീട്ടിലാണ് സർ. ഞാനിപ്പോ മിനിസ്റ്ററുടെ PA. ഓ സോറി, അത് ഞാനങ്ങ് മറന്നുപോയി. അല്ല, ഇദ്ദേഹം ആരാ? മനസ്സിലായില്ല. ഇത് ശ്രീഹരി, നമ്മുടെ പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. മാത്രമല്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ നിങ്ങൾക്കാർക്കും കോഫിയും ചായയൊന്നും വേണ്ടേ? ഞങ്ങളൊക്കെ 1-2 കോഫി കുടിച്ചിട്ടിരിക്കുക. ഉഗ്രൻ ചായ. പിന്നെന്താ അനന്തപിള്ളയുടെ ഈ വരവിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് എന്തെങ്കിലും അജണ്ട? എനിക്ക് മിസ്റ്റർ പ്രതാപ് വർമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഞാൻ വന്നത്. പേഴ്സണൽ? അല്ല, അതുകൊണ്ട് ഇവരിൽ ആര് നിന്നാലും എനിക്ക് യാതൊരു വിരോധവും ഇല്ല.